വിപിൻ സി വിജയനുണ്ട് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന്. വിപിൻ, ഈ അൻവറിനോടൊപ്പമുള്ള കൂട്ടുകെട്ട് അത് തുണയ്ക്കും കോൺഗ്രസിനെ, UDF എന്ന ഉറച്ച പ്രതീക്ഷയിലാണോ അവർ? ഉന്മേഷ്, അതെ, 9 വർഷക്കാലം MLA ആയിരുന്ന PV അൻവർ ഇപ്പോൾ UDF പാളയത്തിലാണ് എന്നുള്ളത് അവർക്ക് ആത്മവിശ്വാസം നൽകുന്നു. അത് CPM-ന്റെ അനുഭാവികൾ അല്ലെങ്കിൽ PV അൻവർ ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയ ചോദ്യങ്ങളോട് അനുകൂലമായി പ്രതികരിക്കുന്നവർ അത് UDF-നൊപ്പം നിൽക്കും, UDF-ന് വോട്ട് ചെയ്യുമെന്നൊരു പ്രതീക്ഷ ഈ പറഞ്ഞതുപോലെ UDF ക്യാമ്പിനുണ്ട്, കോൺഗ്രസിനുണ്ട്. എന്ന് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായ ഘട്ടത്തിൽ തന്നെ പ്രചാരണം തുടങ്ങിയിരുന്നു UDF എന്നുള്ളത് അവരുടെ ആത്മവിശ്വാസത്തെ കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവിടെ ചുമരെഴുത്തായാലും നോട്ടീസ് വിതരണം ഒക്കെ തന്നെ പ്രചാരണം സജീവമായിരുന്നു. ആദ്യഘട്ട കൺവെൻഷനുകൾ മുസ്ലിം ലീഗും കോൺഗ്രസും ഇതിനോടകം തന്നെ കഴിഞ്ഞു, നേതൃയോഗങ്ങൾ കഴിഞ്ഞു. അപ്പോഴും ആര് സ്ഥാനാർത്ഥി എന്നുള്ളതിൽ 2 പേരുകളാണ് ആദ്യം മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്നത്. അത് ആര്യട ഷൗക്കത്തിന്റെയും VS ജോയിയുടേതുമാണ്. ഈ പറഞ്ഞതുപോലെ ആരായിരിക്കും ആ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ അതിൽ നേട്ടങ്ങളും ഇരുവരുടെയും കോട്ടങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ നേതാക്കളും പരസ്പരം രണ്ടായി തന്നെ നിന്നിരുന്നു പല ഘട്ടങ്ങളിലും. അതൊക്കെ ചർച്ചയിലൂടെ ഏറെക്കുറെ സമവായത്തിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാത്രിയോ നാളെയോ ആയി ആദ്യം തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരിക്കും, അതിനുശേഷം LDF-ന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. ഒപ്പം ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം ഉണ്ടായ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും 50,000-ലേറെ വോട്ടുകളുടെ ലീഡ് ഈ നിലമ്പൂരിൽ മാത്രം UDF-നെ സംബന്ധിച്ചുണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം UDF-നെ സംബന്ധിച്ചുണ്ട്. കാരണം അത്രത്തോളം ഭരണവിരുദ്ധ തരംഗം നിൽക്കുന്നു എന്നുള്ള ഒരു കണക്കുകൂട്ടൽ കൂടിയാണ് UDF-ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഏതായാലും അത്തരം ഒരു പ്രതീക്ഷ UDF മണ്ഡലത്തിൽ ഇപ്പോൾ വെച്ച് പുലർത്തും. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.